ജനുവരി 7-ന് പടർന്ന തീനാളം ഇന്ന് ഹോളിവുഡ് സിനിമാ കേന്ദ്രമായ ലോസ് ആഞ്ചലസിന്റെ ഹൃദയം തന്നെ വിഴുങ്ങിയിരിക്കുന്നു. കൂടുതൽ മേഖലകളിലേക്ക് അതിവേഗം പടരുമ്പോഴും തീ അണയ്ക്കാൻ സാധ്യമായ സർവ്വശ്രമവും തുടരുന്നുണ്ട്. പക്ഷേ വാട്ടർ ഹൈഡ്രന്റുകളിൽ വെള്ളം തീർന്നതിനാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. ആളിപ്പടരുന്ന അഗ്നി അണയ്ക്കാനുള്ള വെള്ളം വേണ്ടത്ര ഇല്ലാത്തത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. 34,000 ഏക്കർ ഭൂമി വെന്ത് വെണ്ണീറായി. പസഫിക് പാലിഡേഴ്സിൽ മാത്രം 10,000-ഓളം ഏക്കർ പ്രദേശത്താണ് കാട്ടുതീ പടർന്നത്. 1.5 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യത. 6 സംസ്ഥാനങ്ങളെ കൂടാതെ കാനഡയുടെ തീ നിയന്ത്രണ സംവിധാനങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള നിതാന്ത പരിശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. വളരെ വിഷമം തോന്നുന്നൊരു കാര്യമാണ്. കാലിഫോർണിയയിലൊക്കെ പണ്ടും ഇങ്ങനെ തീപിടുത്തം വന്നായിട്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വാർത്തകളിലൊക്കെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, കാലാവസ്ഥയുടെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഈ കമൻറ്റ് ബോക്സിലോട്ട് പോകുമ്പം ഞാൻ എവിടെ ഇടാം. കമൻറ്റ് ബോക്സ് മുഴുവൻ ഭയങ്കര ഹെയ്റ്റാണ് പറയുന്നത്. അമേരിക്കയോടുള്ള വിദ്വേഷം. എവിടെ പോയാലും തീ കത്തിക്കാൻ മാത്രമേ അറിയൂ, തീ അണയ്ക്കാൻ അറിയില്ല ട്രംപ്. അതിനിപ്പം ട്രംപ് വന്ന് കയറിയല്ലേ ഉള്ളൂ. അവിടുത്തെ പാപങ്ങളെ രക്ഷിക്കുകയും അഹങ്കാരികളെ തകർക്കുകയും ചെയ്യണേ നാഥ. പിന്നെ നാഥൻ ഇങ്ങനെ ആളെ തെരഞ്ഞിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ. വെള്ളവും മരുന്ന് നിശ്ചയിക്കപ്പെട്ട് ഗാസയിൽ പിടഞ്ഞു വീണ കുരുന്നുങ്ങളെ ഓർക്കുമ്പോൾ ഇത് ആശങ്കയല്ല, ആവേശമാണ്. ഗാസയിലും ഇസ്രയേലിലും അമേരിക്കയിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ ഉള്ളത് മനുഷ്യരല്ലേ. ഈ ഭരണാധികാരികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വാറുകളിലോട്ട് വരികയും വാറിന് സപ്പോർട്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഈ സാധാരണക്കാരെ മനുഷ്യനെന്ത് കഴിച്ചു. നാച്ചുറൽ കലാമിറ്റീസ് എല്ലായിടത്തും ഉണ്ടാവും. അതിനെല്ലാം ഇപ്പോൾ ഇവർ പറഞ്ഞ കേട്ടോ, ദൈവം മുകളിൽ നിന്ന് മറ്റേ അത്ഭുത ദ്വീപിൻ്റെ അകത്തെ പോലെ തീ തീ തുപ്പിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നും. നമ്മൾ ഒരു നാട്ടിലൊരു ജനതയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ കൈയടിച്ച് ആഘോഷിക്കുകയല്ലേ വേണ്ട. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഈ അമേരിക്ക എന്ന് പറയുന്ന നാട്, അവിടെയൊക്കെ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, പാഴ്സിയുണ്ട്, പഞ്ചാബിയുണ്ട്, ഇനി മതമൊന്നും ഇല്ലാത്തവരുണ്ട്. മരിക്കുമ്പോൾ അവരവരുടെ മതസ്കരായ ജനങ്ങളും ഉണ്ട്. ഈ മതം പറയുന്നവരോട് ഞാൻ പറയുന്നത്, മതം പറയാത്തവരോടല്ല, മതം പറയുന്ന വ്യക്തികളുണ്ട്. ദൈവവും അതുകൂടെ ഓർക്കുന്ന നല്ലതായിരിക്കും. ആരും മരിച്ചാലും, ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചാലും അമേരിക്കയുള്ളവർ മരിച്ചാലും നമ്മുടെ ഇവിടെ മരിച്ചാലും മരണമാണ്. എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അതിന് അവരുടെ ആരുടെയും പ്രാക്കൊന്നുമല്ല. ഇപ്പം അമേരിക്കയോടുള്ളൊരു വൈരാഗ്യത്തിന് ഇപ്പം അവിടെയും എന്ത് മരിക്കുന്ന മനുഷ്യർ, അവരെന്ത് ചെയ്തിട്ടാണ്? ഈ ബന്ധു പൊള്ളുന്നതിനകത്ത് പല മതസ്കരുണ്ട്, പല കൺട്രിക്കാരുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ എത്രയോ ആൾക്കാരുണ്ട് അവിടെ ജീവിക്കുന്നത്. നമ്മുടെ സഹോദരി സാരന്മാർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നൊരു ശരിയായ രീതിയല്ല. ലോകം മൊത്തം നടന്ന് കത്തിക്കുമ്പോൾ ഓർത്തില്ല സ്വന്തം നാടും ഒരു നാൾ കത്തുമെന്ന്. ഒരാൾക്കൊരു വിഷമം വരുമ്പം, സുഹൃത്തെ, നിങ്ങളുടെ വീടിനടുത്തുള്ള അയൽവാസി, അയാൾ നിങ്ങളോട് അത്ര നല്ല ടേംസിലല്ല, പക്ഷേ അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അയാളുടെ കുടുംബം ഒരു മരണം അവരുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഇന്ന് കൈ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മനോഭാവം നിങ്ങൾ കാണിക്കുന്ന. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അവിടുന്ന് മാറി നിന്ന് കൈയടിക്കില്ല. അത് ഹോളിവുഡ് ദൈവത്തെ വെല്ലുവിളിച്ചു. 48 മണിക്കൂർ തികഞ്ഞില്ല, അതിനകം അവിടെ ചാരമായി. ഹോളിവുഡ് ദൈവത്തിന് ഇപ്പം അതല്ലേ പരിപാടി. ഹോളിവുഡിനെ വെല്ലുവിളി. ഏത് യുഗത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാവാം ഇത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ കാലിഫോർണിയ തീ പിടിക്കണം എന്നല്ലേ പിഞ്ചു കുഞ്ഞുങ്ങൾ. അവർക്ക് അമേരിക്ക ആരാന്ന് പോലും അറിയത്തില്ല. പിന്നെയാണ് ഇതുകൊണ്ടൊന്നും ആയാലും ഇനി എന്തെല്ലാം കാണാതിരിക്കുന്നത്. പിന്നെ ശക്തനായവർ അശക്തനെ ആക്രമിച്ചാൽ ആക്രമിക്കപ്പെട്ടവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. അതിനുള്ള മറുപടി താങ്ങുന്നതിൽ അപ്പുറമായിരിക്കും. കുറേ ദൈവത്തിൻ്റെ ആൾക്കാരുണ്ട്. എനിക്ക് ദൈവമല്ല, ഇവരുടെ പോക്കറ്റിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഇവർ ജനിക്കുമ്പോൾ തന്നെ ഇവരുടെ പോക്കറ്റിൽ ദൈവം കിടക്കണം. ഇവർ പറയുന്നതനുസരിച്ചാണ് ഇവർക്കൊക്കെ. അപ്പോൾ ഈ വയനാട്ടിലെ ഈ ഇടയ്ക്കുണ്ടായ ഉരുൾപൊട്ടൻ്റെ അകത്ത് മരിച്ചവരില്ലേ, ജീവനോടെ ഭൂമിക്കടിയിൽ പെട്ടുപോയ എത്രയോ കുടുംബങ്ങളുണ്ട്. അവരെ ആരും ദൈവമൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ? അവിടെ എന്ത് ചെയ്യും ദൈവം? എത്ര പേര് ജീവന് വേണ്ടി കിടന്ന് പിടച്ചിരുന്ന അവിടെ ദൈവം? അവിടെ ഒരു ദൈവത്തെയും കണ്ടില്ല. അവിടെ സഹായിക്കാൻ വന്ന മനുഷ്യരെ ഞാൻ കണ്ടുള്ളൂ. ഈ ദൈവത്തിന് വേണ്ടി വാദിക്കുന്നവർ അവരുടെ ഒരു ദൈവത്തെ അവിടെ കണ്ടില്ല. സഹായത്തിന് പോയിട്ട് ഒന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പോലും പറയാൻ വേണ്ടി ഒരു ദൈവവും വന്നില്ല.
ഈ പ്രശ്നങ്ങളെല്ലാം വന്ന് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി റെസ്ക്യൂ ചെയ്യാൻ ആൾക്കാരെല്ലാം വന്നതിന് ശേഷമാണ് ദൈവങ്ങളും മതങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഈ വയനാട്ടിലെ ആൾക്കാർ ഗാസയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടാണോ, അല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ, അല്ല അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിട്ടാണോ? ഏത് കാലഘട്ടത്തിൽ കൂടെ പോകുന്നു? 2025 ഇപ്പോൾ ഈ മതം അഹങ്കാരത്തിന് കിട്ടുന്ന സമ്മാനം. പിന്നെ അഹങ്കാരത്തിന് ഇങ്ങനെ സമ്മാനം പാക്കറ്റിലാക്കി കൊണ്ട് കൊടുക്കുമല്ലേ തീയായിട്ട്. പാലസ്തീനെ അവർക്ക് നരകമാക്കാം, അവർക്ക് കാട്ടുതീ തടയാൻ കഴിയുന്നില്ല. ഇത് പ്രകൃതി ദുരന്ത സുഹൃത്തെ. അത് നമുക്കും ഉണ്ടാവും, ആർക്കും ഉണ്ടാവും. ഇന്ത്യക്കും ഉണ്ടാവും, പാകിസ്ഥാനും ഉണ്ടാവും, ചൈനയ്ക്കും ഉണ്ടാവും, അമേരിക്കയ്ക്കും ഉണ്ടാവും, ഗാസയ്ക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പ്രകൃതിയാണ്. പ്രകൃതി ഇടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ആരൊക്കെ നഷ്ടപ്പെടുമെന്നോ ഈ പറഞ്ഞ നമ്മൾ തന്നെ നമ്മളും ചിലപ്പം കത്തിപ്പോയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലല്ല. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇരുന്ന് കൈയടിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴും ഈ കൈയടി ഉണ്ടാകണം. അമേരിക്ക മുഴുവനും കത്തിത്തീരട്ടെ. തീവ്രമായ ഒരു മതചിന്താഗതി. സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയിൽ മുസ്ലിം മതം വിശ്വസിക്കുന്നവരുണ്ട്, ക്രൈസ്തവ മതം വിശ്വസിക്കുന്നു, ഹിന്ദു മതം വിശ്വസിക്കുന്നവരുണ്ട്, പഞ്ചാബീസ്, അതുപോലെ തന്നെ പല മതങ്ങളുണ്ട്. ഈ മനുഷ്യരൊക്കെ എന്ത് ചെയ്യട്ടെ? അവരൊന്നും ഗാസയിലോട്ടും വന്നിട്ടില്ല, അവരാരും ഇസ്രായേലിലോട്ടും വന്നിട്ടില്ല. വെരി ഗുഡ്, കൊള്ളാം. സ്വന്തം വീട്ടിലെ അവസ്ഥ വരുമ്പോഴും വെരി ഗുഡ് പറയണം. അതെ, ഹോളിവുഡ് സൈൻ ഒക്കെ കത്തിപ്പോയോ? ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു ഹോളിവുഡ് സൈൻ ബോർഡിന്റെ റീലിന്റെ താഴെ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് സൈൻ ഒക്കെ കത്തിപ്പോയി, നിന്ന് കത്തുവാണ്. ഞാനിവിടെ നിൽക്കുന്നത് ജാനുവരി 11 സാറ്റർഡേ ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഞാനിപ്പോ ഹോളിവുഡ് സൈൻ ബോർഡിന്റെ താഴെയാണ് നിൽക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇത് ഹോളിവുഡ് ഹിൽസ് ആണ്, എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. ശരിയാണ്, ഹോളിവുഡ് ഹിൽസിൽ ഫയർ ഉണ്ടായി, പക്ഷെ അത് 24 മണിക്കൂറിനകം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ ഇത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ഈ ഹോളിവുഡ് ഹിൽസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഹില്ലല്ല കേട്ടോ, ഒരുപാട് ഹിൽസ് ചേർന്നിട്ടുള്ള വലിയൊരു ഏരിയ ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്ന് 8 മൈൽ ദൂരത്തിലാണ് ഫയർ ഉണ്ടായത്. നിങ്ങൾ ഈ ഹോളിവുഡ് ഹിൽസ് ഒക്കെ നോക്കിക്കേ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഏതൊക്കെയോ ആളുകള് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള AI ക്രിയേറ്റഡ് വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ. അതായത് ഹോളിവുഡ് സൈൻ ബോർഡ് കത്തുന്നത്, ലോസ് ആഞ്ചലസ് സിറ്റിയുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ തീയ്, അതൊക്കെ വെറുതെ കേട്ടോ. നമ്മുടെ പേജിലുള്ള ആളുകൾക്കെങ്കിലും ഇത് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് സിറ്റിയിലോട്ട് ഇറങ്ങിയത് കേട്ടോ. ലോസ് ആഞ്ചലസ് സിറ്റി നോക്കിക്കേ, ഹോളിവുഡിന്റെ ലോങ് വ്യൂ കണ്ടോ? ഹോളിവുഡ് ഹിൽസിലെ സെലിബ്രിറ്റീസ് ഒക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഇത് കണ്ടോ. ഇവിടെ ഫയർ ഒന്നും ഉണ്ടായിട്ടില്ല. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ബുലവാർഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ക്യാപിറ്റോൾ റെക്കോർഡ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ മതങ്ങളൊക്കെ എന്തിനാണ്? മനുഷ്യൻ നന്നാകാനും മനുഷ്യനിൽ ഒത്തൊരുമ വരാനും സ്നേഹവും ഒക്കെ വരാൻ വേണ്ടിയാണ് ഈ മതങ്ങളെല്ലാം നിലകൊള്ളുന്നത്. പക്ഷേ തീവ്രമായി എല്ലാ മതത്തിലും തീവ്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. അവരിതിനെ തങ്ങളായ രീതിയിൽ വളച്ചൊടിക്കുകയാണ്. എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, മറ്റവൻ്റെ ദൈവം, മറിച്ചവൻ്റെ ദൈവം. മനുഷ്യനായിട്ടുണ്ടാക്കിയ ദൈവത്തിൻ്റെ പേരിലാണ് ഇവിടെ അടിപൊളി നടക്കുന്നത്. എന്നും യുദ്ധങ്ങളും മറ്റൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരാൾക്കൊരു ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് എനിക്ക് അമേരിക്കയായിട്ട് വ്യക്തിബന്ധമൊന്നും എനിക്കില്ല, ഈ വീഡിയോയിൽ കാണുന്നല്ലാതെ ഒന്നുമില്ല. പക്ഷേ അവർക്കൊരു പ്രശ്നം ഈ തീപിടുത്തം കണ്ടപ്പോൾ വിഷമം. കാരണം മനുഷ്യരാണ് ജീവിക്കുന്നത്, നമ്മളെപ്പോലെ തന്നെ മജ്ജയും മാംസമുള്ള മനുഷ്യർ. അവർ ഗാസയോട് എന്ത് കാണിച്ചെന്നോ അല്ലെ ഇസ്രായേലിനോട് എന്ത് കാണിച്ചെന്നോ ഒന്നും ഞാൻ നോക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന മനുഷ്യർ, ഇത് ഭരണാധികാരികൾ തമ്മിലുള്ള, ഒരു ഭരണാധികാരി ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ഭരണാധികാരിയോട് ചിലപ്പം കൈകോർത്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും, ചിലപ്പം അത് വാറിലോട്ട് പോകും, ചിലപ്പം അത് ദുഷിച്ച് എന്തെങ്കിലും കുറച്ച് ഇഷ്യൂസിലോട്ട് പോകും, വേറെ എന്തെങ്കിലും. ഇതൊക്കെ ഭരണാധികാരികളാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ ജീവിക്കുന്ന സിറ്റിസൻസ് വോട്ട് ചെയ്യുന്നതല്ലാതെ അവരാരും, അമേരിക്കയിലുള്ള സിറ്റിസൻസ് അവരാരും ഗാസയിൽ കണ്ടിട്ട് അങ്ങോട്ട് വന്നിട്ടുമില്ല. ഇസ്രായേലിലുണ്ട്. അവിടെയുള്ള മിലിറ്ററി ഭരണാധികാരികൾ പറയുന്നതനുസരിച്ച് മിലിറ്ററി വർക്ക് ചെയ്യും. തീ മൂലം പുള്ളി മരണപ്പെടുന്നതും പുള്ളി കിടക്കുന്ന മനുഷ്യർക്കകത്ത് എല്ലാ മതസ്ഥരും ഉണ്ടെന്ന് നോക്കണം. അല്ലാതെ അവിടെ അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു മതവിഭാഗം മാത്രം ജീവിക്കുന്നൊരു സ്ഥലമല്ല, എല്ലാ മതം. അതിനകത്ത് ഒരുപാട് ഇന്ത്യക്കാരുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഈ കമൻ്റ് അടിക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഒരുപാട് ഇന്ത്യക്കാരും ഉണ്ട് അവിടെ. നമ്മൾ നമ്മുടെ സഹോദരി സഹോദരന്മാരുള്ള നാടാണ്. ഈ അവസ്ഥയൊക്കെ നമുക്കും ഉണ്ടാവും, ഈ ഇന്ത്യയിലുണ്ടാവും, കേരളത്തിലുണ്ടാവും. നമ്മൾ മതം പറഞ്ഞ് ജീവിക്കുമ്പം മനസ്സിലാക്കേണ്ടത്, ഒരു അപകടം, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നമുക്ക് ബ്ലഡ് വേണമെന്ന് വരുമ്പം നമ്മൾ ബ്ലഡ് മേടിക്കുമ്പം ആ ബ്ലഡ് ഏത് മതസ്ഥൻ്റെ ആണെന്ന് നോക്കിയിട്ടാണോ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് നോക്കി നമുക്ക് അത് മാച്ച് ആണോ എന്ന് നോക്കിയാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നത്, അല്ലാതെ മതം നോക്കിയല്ല. ഒരു അവയവദാനം നടത്തുമ്പം ഇന്ന മതസ്ഥൻ്റെ അവയവമാണോ എന്ന് ചോദിച്ചിട്ടാണോ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ അവയവം സ്വീകരിക്കുന്നത്.
ഇനി നമ്മളൊരു ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് ഇടുമ്പോൾ നമ്മളെ സർജറി ചെയ്യാൻ വരുമ്പോൾ ഇന്ന മതസ്കനാണോ എന്നെ സർജറി ചെയ്യുന്നത്, അങ്ങനെയുള്ള സർജറി ചെയ്താൽ മതി എന്നാണോ നമ്മൾ ചോദിക്കുന്നത്. അല്ല, നമ്മളൊരു നേഴ്സ് നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന മതസ്കതയുള്ള നേഴ്സാണോ എന്നെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ? നമ്മൾ മേടിക്കുന്ന പല മെഡിസിൻസിൻ്റെ അകത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന മെഡിസിൻസ് നിങ്ങൾ കഴിക്കാറില്ലേ? അവരുടെ ഒരു കയ്യൊപ്പ് കാണും ചിലപ്പോൾ അതിൻ്റെ അകത്ത്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിൽ കാണാം, ചൈനയുടെ കാണാം, ജപ്പാൻ്റെ കാണാം, ഏതെങ്കിലും രാജ്യത്തിൻ്റെ കാണാം. നിങ്ങളുടെ വീട്ടിലോട്ട് കാറ് മേടിച്ചു, എക്സാമ്പിൾ. ആ കാറ് ഏത് മതസ്കനാണ് പണിത്, മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത്. നിങ്ങൾ പോയി ചോദിക്കാറുണ്ട് മാരുതി സുസുക്കിന്ന് ഒരു കാറ് മേടിക്കുക നിങ്ങൾ, സാധാരണക്കാരനെ സാധാരണ മേടിക്കുന്ന മാരുതി. ഈ കമ്പനി മാനുഫാക്ചർ ചെയ്തപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തത് എല്ലാം മെഷീൻസ് കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനെന്താ മേൽനോട്ടം നയിച്ച നടത്ത ആൾ ഏത് മതസ്കനാണെന്ന് ചോദിച്ചിട്ടാണോ നിങ്ങളുടെ വണ്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടിടുന്നത്? നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൻ്റെ ഓണർ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ നോക്കാറുണ്ടോ? ആ ബസ്സിൻ്റെ ഡ്രൈവർ ഏത് മതസ്കനാണെന്ന് നോക്കാറുണ്ടോ? നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഓടിക്കുന്ന ഏത് മതസ്കനാണെന്ന് നോക്കാറുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അന്നം നമ്മൾ അരി മേടിക്കുമ്പോഴും പച്ചക്കറി ഇത് കൃഷി ചെയ്യിക്കുന്ന ഏത് മതസ്കനാണെന്ന് നോക്കാറുണ്ടോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഈ വസ്ത്രം തുന്നിയതിൻ്റെ അകത്ത് ഏത് മതസ്കനാണെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഏത് രാജ്യമാണെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? സുഹൃത്തെ, നമ്മളെല്ലാം ഈ ഭൂമിയിലെല്ലാവരും മനുഷ്യജീവനാണോ? എവിടെ മനുഷ്യജീവൻ മരണപ്പെടുമ്പോഴും കത്തുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ വേദനയാണ്, അവരുടെ കുടുംബത്തിൻ്റെ വേദന. നമ്മൾ അവരുടെ കുടുംബത്തിൻ്റെ വേദനയുടെ കൂടെ നിൽക്കുക എന്നല്ലാതെ അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങളെല്ലാം മുടിഞ്ഞു പോട്ടെ, നിങ്ങൾ നശിച്ചു പോട്ടെ, ഈ ദൈവവും പിശാചും സ്വർഗവും നരകവും ഒക്കെ നമ്മളുണ്ടാക്കിയതാണ്, ഈ മനുഷ്യനായിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇന്നിപ്പോൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്നതും ഈ മതത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഒരു മതം കാണും, ആ മതത്തിനൊരു നേതാവ് കാണും, ആ മതത്തിനൊരു രാഷ്ട്രീയം കാണും, ആ മതത്തിനൊരു നടൻ കാണും. വരും തലമുറയ്ക്ക് നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മളെല്ലാം മനുഷ്യരാണ്, അത് നിങ്ങളാരും മനസ്സിലാക്കുക. മരണപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെപ്പോലെയുള്ള, എന്നെപ്പോലും നിങ്ങളെപ്പോലുള്ള ശരീരമാംസമൊക്കെ ഉള്ള മനുഷ്യരാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യില്ല. ആരെങ്കിലും ആട്ടെ, അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും ഇന്ത്യയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ആരെങ്കിലും ആട്ടെ, പാകിസ്ഥാനും ഇന്ത്യയും നമ്മൾ ശത്രുക്കളെ പോലും. പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ ഇന്ത്യ പലപ്പോഴും അരിയും മറ്റൊക്കെ ഇന്ത്യ കൊടുക്കാറില്ല. അതെന്താ? മനുഷ്യനോട് ചെയ്യുന്ന സഹായമാണ്. നമ്മളത് മനസ്സിലാക്കുക. ഈ ഭൂമി ഇങ്ങനെ അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിട്ടുപോയാൽ തീരാനുള്ള ഉള്ളു നമ്മുടെയൊക്കെ വിദ്വേഷവും മതവും ഒക്കെ. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. പിന്നെ ചിലവർ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ അണിയല്ല, ഭക്തനുമല്ല, ആരാധകനുമല്ല. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യജന്മം. ഭൂമിയിൽ ജനിച്ചു, എന്നല്ല നാളെയല്ല എന്നെല്ലാം മരിച്ചു ഈ ഭൂമിയിൽ അലിഞ്ഞു തീരുന്നു. അത്രയേ ഉള്ളൂ ഞാൻ. അത്രയും ഒരു ചെറിയ ഫ്യൂ ഇയേഴ്സ് ഓർ മന്ത്സ് അല്ല ഡേയ്സ്, അത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എനിക്ക് എല്ലാ മനുഷ്യരും സന്തോഷത്തായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. ആരും വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് ചില കമൻറ്റ് ഇടുന്ന നല്ലവരായ സുഹൃത്തുക്കളോട് എനിക്ക് സ്നേഹമുണ്ട്. ഈ ഉപദേശിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ഉപദേശം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ചിലവന്മാരാണ് എൻ്റെ വീട്ടിലുള്ള അച്ഛനെ അമ്മയൊക്കെ വിളിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ ഭാഷ പിന്നെ കമൻറ്റ് വിളികൾ. ഡിയർ കമൻറ്റ് വിളികൾ, നിങ്ങളുടെ ഒന്നും വീട്ടുകാരെ ഞാൻ വിളിക്കാത്തത് അവരൊന്നാമത് തന്നെ നിങ്ങൾക്ക് ജന്മം തന്നതോ തന്നെ നിങ്ങൾ അവർ പെട്ടിരിക്കുക. ഇനി ഞാനായി കൂടെ വിളിച്ചിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.